വാഹനം മോടി പിടിപ്പിക്കുന്നതിൽ ഇഷ്ടമുള്ളവരാണ് കൂടുതൽ ആളുകളും. എന്നാൽ വാഹനങ്ങളുടെ രൂപം അനധികൃതമായി മാറ്റുന്നവർക്ക് ഇനി മോട്ടോർ വാഹന വകുപ്പ് കൂടിയ പിഴ ഈടാക്കുന്നതാണ്. കമ്പനി നിർമ്മിച്ചു നൽകുന്ന രൂപത്തിൽ നിന്നും മാറ്റം വരുത്താൻ പാടില്ല. മാറ്റം വരുത്തുകയാണെങ്കിൽ പിഴ ഈടാക്കുന്നതാണ്. കൂടാതെ മറ്റുള്ളവരുടെ സുരക്ഷയെ ബാധിക്കുന്ന തരത്തിലുള്ള മാറ്റമുണ്ടെങ്കിൽ പിഴയ്ക്കു പുറമെ വാഹനത്തിന്റെ രജിസ്ട്രേഷനും റദ്ദാക്കിയേക്കാം. വാഹനം മോടി പിടിപ്പിക്കുന്നതിൽ ഇഷ്ടമുള്ളവർക്ക് വളരെ നിരാശയുള്ള വാർത്തയാണിത്. ബൈക്കുകളിൽ ഹാൻഡ് ഗ്രിപ്പും സീറ്റ് കവർ മാത്രമേ കൂട്ടിച്ചേർക്കാൻ പാടുകയുള്ളൂ. കൂടാതെ ബൈക്കുകളിൽ പുറകിലിരിക്കുന്ന യാത്രക്കാരന്റെ സുരക്ഷയെ കരുതിയുള്ള ഗ്രാബ് റെയിൽ, സാരി ഗാർഡ് എന്നിവ നീക്കം ചെയ്യാനും അനുമതിയില്ല. കൂടാതെ അലോയ് വീലുകൾ പുറത്തേക്കു തള്ളി നിൽക്കുന്ന രീതിയിലാണെങ്കിൽ നിയമവിരുദ്ധമായിരിക്കും. വാഹനങ്ങളുടെ കുറഞ്ഞ മോഡലുകളിൽ ഉയർന്ന മോഡലുകളുടെ ടയർ ഘടിപ്പിക്കുന്നതിൽ തടസ്സമില്ല. 2019 ഏപ്രിൽ 1 മുതൽ പുറത്തിറങ്ങിയ വാഹനങ്ങളിൽ ഹൈ സെക്യൂരിറ്റി നമ്പർ പ്ലേറ്റ് ആണ് ഉള്ളത്. അത് മാറ്റാൻ പാടില്ല. നമ്പർ പ്ലേറ്റ് വായിക്കാൻ കഴിയുന്ന വിധത്തിലായിരിക്കണം ഉണ്ടാകേണ്ടത്. കൂടാതെ കൂളിംഗ് പേപ്പർ വാഹനത്തിന്റെ മുൻപിൽ ഗ്ലാസുകളിൽ 70%, വശങ്ങളിൽ 50% സുതാര്യത ഉറപ്പുവരുത്തുന്ന ടിൻഡഡ് ഗ്ലാസുകൾ ആകാം. എന്നാൽ കാഴ്ച മറക്കുന്ന വിധത്തിലുള്ള കൂളിംഗ് സ്റ്റിക്കർ ഒട്ടിക്കാൻ പാടില്ല. കൂടാതെ സൈലൻസർ വാഹനങ്ങളിൽ കമ്പനികൾ ഘടിപ്പിച്ചുവിടുന്ന സൈലൻസർ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ പിഴ ഈടാക്കിയേക്കാം. മാധ്യമ പ്രവർത്തകർ, ഡോക്ടർ തുടങ്ങി ജോലി സംബന്ധമായ സ്റ്റിക്കറുകൾ വാഹനങ്ങളിൽ ഒട്ടിക്കാം. സർക്കാരിന്റെ ബോർഡ് അനുവാദമില്ലാതെ വയ്ക്കാൻ പാടില്ല. സർക്കാർ വാഹനം ഉൾപ്പെടെ ഒരു വാഹനത്തിലും കർട്ടൻ പാടില്ല. സുരക്ഷയുള്ള വിഐപികൾക്ക് സെക്യൂരിറ്റിയുടെ ഭാഗമായി കർട്ടൻ ഉപയോഗിക്കാനും സാധിക്കും. ഹെഡ്ലൈറ്റ് 50 മുതൽ 60 വാട്ട്സ് വെളിച്ചത്തിൽ കൂടുതൽ പാടില്ല. എതിരെ വരുന്ന ഡ്രൈവറുടെ കാഴ്ചയെ ബാധിക്കുന്ന രീതിയിലുള്ള ഹെഡ്ലൈറ്റുകൾ ഉപയോഗിക്കുന്നത് നിയമവിരുദ്ധമാണ്. വാഹനത്തിന്റെ മുൻവശത്തും പിന്നിലും ബമ്പറിൽ ബുൾബാറുകൾ അല്ലെങ്കിൽ ക്രാഷ് ബാറുകൾ ഘടിപ്പിക്കുന്നതും നിയമവിരുദ്ധമാണ്. ഇങ്ങനെ ചെയ്താലും പിഴ ഈടാക്കാൻ സാധ്യതയുണ്ട്. വാഹനങ്ങളുടെ നിറം മാറ്റാൻ സാധിക്കും. എന്നാൽ അക്കാര്യം RT ഓഫീസിൽ അറിയിക്കുകയും പരിവാഹൻ സൈറ്റിൽ ഫീസ് അടയ്ക്കുകയും RC ബുക്കിൽ നിറം രേഖപ്പെടുത്തുകയും ചെയ്യേണ്ടതാണ്. ബൈക്കുകളിൽ റിയർ വ്യൂ ഗ്ലാസുകൾ നീക്കം ചെയ്യുന്നത് സുരക്ഷയെ ബാധിക്കുന്ന ഒന്ന് തന്നെയാണ്. എന്നാൽ ഇക്കാര്യവും ചെയ്യാൻ പാടില്ല. ഈ കുറ്റകൃത്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഓരോ മാറ്റത്തിനും 5000 രൂപയാണ് ഉടമസ്ഥൻ പിഴയായി നൽകേണ്ടി വരിക. വാഹനത്തിന്റെ ബോഡിയിൽ നിന്നും പുറത്തേക്ക് തള്ളി നിൽക്കുന്ന വിധത്തിൽ എന്ത് ഘടിപ്പിച്ചാലും 20,000 രൂപ പിഴ അടയ്ക്കേണ്ടിയും വരും. ഇത് ബൈക്കുകൾക്കും ബാധകമാണ്. 5000 മുതൽ 20,000 രൂപ വരെയുള്ള പിഴയാണ് ഇക്കാര്യങ്ങൾക്ക് ഈടാക്കുന്നത്. അതിനാൽ ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ വിവരങ്ങൾ ശരിയായ രീതിയിൽ തന്നെ മനസ്സിലാക്കിയതിനു ശേഷം ഈ കാര്യങ്ങൾ ചെയ്യുക.